ഓക്കെ, ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ സാംസങ് S23യും iPhone 14 തമ്മിലുള്ള കമ്പാരിസൺ വീഡിയോ കാരണം. ആൻഡ് ഈ വീഡിയോ തന്നെ നമുക്ക് എല്ലാം നോക്കാം. ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ പെർഫോമൻസ് ഉള്ളത്, ഏതാണ് ഏറ്റവും ബെറ്റർ ക്യാമറ പെർഫോമൻസ് ഉള്ളത്, ഏതാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ ബാറ്ററി ഉള്ളത്, ഏത് വാങ്ങണമാണ് ഏറ്റവും വെറുത്തായിട്ടുള്ളത്, ആൻഡ് ഏതാണ് ഇതിൽ ക്ലിയർ വിന്നർ എന്നുള്ളതും. ആൻഡ് ഇപ്പോൾ ഈ ഒരു ഒറ്റ വീഡിയോ കാണുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും നിങ്ങൾക്ക് സാംസങ് S23 പർച്ചേസ് ചെയ്യണോ അതോ iPhone 14 പർച്ചേസ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അവിടെ കമ്പാരിസൺ എന്നുള്ള രീതിക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോണേ ഈ രണ്ടിൻ്റെയും ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നോക്കാം. ഇവിടെ S23ൻ്റെ ഡിസൈൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സൈഡിൽ വന്നിട്ടുള്ള അലൂമിനിയാണ് ആൻഡ് ഫ്രണ്ടിലും ബാക്കിലും വന്നിട്ട് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 ആണ്. അവിടെ iPhone 14ൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും സൈഡ് അലൂമിനിയം ബിൽഡാണ് ആൻഡ് ഫ്രണ്ടിലും ഗ്ലാസ്സിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒല സെറാമിക് സ്റ്റീലാണ്. ഐഫോൺസ് പൊതുവെ യൂസ് ചെയ്യലും സെറാമിക് സ്റ്റീലാണ്. ഓക്കെ, ഇവിടെ രണ്ടിൻ്റെ ഒരു ഡിസൈൻ്റെ ഇൻ ഹാൻഡ് ഫീൽ പറയുകയാണെന്നുണ്ടെങ്കിൽ S23ൻ്റെ കുറച്ചും കൂടെ നൈസ് ഇൻ ഹാൻഡ് ഫീലാണെന്ന് പറയാം. ശരിയാണ്. അപ്പോൾ ഞാൻ ആസ് എൻ iPhone 14 യൂസർ ഞാൻ പറയാം, ഞാൻ ഈ S23ൻ്റെ ഇൻ ഹാൻഡ് ഫീലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ വെച്ചാൽ ഓഫ്ലൈൻ ഷോറൂമൊക്കെ പോകേണ്ട, അത് എടുത്ത് നോക്കേണ്ട അവസ്ഥ എനിക്ക്. ചെറിയ ചാനലായിട്ട് ഓക്കെ, ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് വലുതാക്കും. ഓക്കെ, എനിവേ ഞാൻ പറഞ്ഞ വെച്ചാൽ ഇൻ ഹാൻഡ് ഫീൽ കുറച്ചും കൂടെ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് S23ൻ്റെ ആണ്. കാരണം അതിൻ്റെ സൈഡൊക്കെ വരുന്നത് നല്ല കെർവ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ കയ്യിൽ പിടിക്കുമ്പോൾ ആ സാറ്റിസ്ഫാക്ഷൻ iPhone 14 പിടിക്കുന്ന കുറച്ചും കൂടെ ബെറ്റർ ആയി തോന്നി. കാരണം വെച്ചാൽ iPhone 14ൻ്റെ എഡ്ജൊക്കെ ഇങ്ങനെ ആ ബോക്സി ഡിസൈനാണ് വേണ്ടി. പിന്നെ iPhone 14ൻ്റെ ഡിസൈൻ്റെ ഒരു ഡ്യൂറബിലിറ്റിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ iPhone 14ൻ്റെ ഈ ക്യാമറൻ്റെ ഈ റിങ് ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ ചെറുങ്ങനെ പെയിൻറ്റ് പോകുന്നതായിട്ടുള്ള പ്രശ്നമുണ്ട്. പൊതുവേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോൺ അത്യാവശ്യം ഡ്യൂറബിളാണ്. പിന്നെ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 ആവട്ടെ സെറാമിക് സ്റ്റീൽ ആവട്ടെ അത്യാവശ്യം നല്ലതാണ്. പിന്നെ രണ്ടും IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസിലാണ്. അത് അത്യാവശ്യം സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ് രണ്ടും. ഇപ്പോൾ വാട്ടർ റെസിസ്റ്റൻസ് വെച്ചാണ്ട് കുറേ നേരം ബക്കറ്റിൽ മുക്കിയിടാനൊന്നും ഞാൻ പറയുന്നില്ല, അടിച്ചു പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ക്യാമറയുടെ റിങ്ങിനുള്ളൊക്കെ വെള്ളം കയറി പണി തീർന്ന് അറിയാലോ. പിന്നെ ഡിസൈൻ എടുത്ത് നോക്കുന്ന സമയത്ത് സാംസങ്ങിൻ്റെ ഡിസൈൻ എടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ബേസ് വേരിയൻ്റെ ഡിസൈന്. അത് ഒരു ട്രിപ്പിൾ ക്യാമറ സിസ്റ്റം ആയിട്ട് 3 ക്യാമറ ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഇവിടെ ആകുമ്പോൾ ഒരു ഈ ഒരു ഷേപ്പിൽ, അതായത് ഈ ഒരു ലൈൻ പോലെ ഇവിടെ ഒരു ക്യാമറ ഇവിടെ ഒരു ക്യാമറ, iPhone 14 ഉണ്ടാവുക. രണ്ടിനും ഡിസൈൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ സ്ലൈറ്റ്ലി ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി എനിക്ക് സ്ലൈറ്റ്ലി ഇഷ്ടപ്പെട്ടത് S23ൻ്റെയാണ്. ആൻഡ് iPhone 14 ഒരിക്കലും ബാക്കൊക്കെ അല്ല, ഇൻ ഹാൻഡ് ഫീലൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ S23ൻ്റെ ആ കെർവി ആയിട്ടുള്ള ഈ സൈഡിലൊക്കെ കെർവി ആയിട്ട് വെച്ചുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിൻ്റെ സംഭവത്തിൽ കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് ഏകദേശം രണ്ടും ഓക്കെയാണ്, പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും പറയാനില്ല. ആൻഡ് ഈ പ്രൈസ് റേഞ്ചിൽ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി ഡിസൈൻ എന്നുള്ള രീതിക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺസാണ് ഈ രണ്ട് ഫോൺസ്. ഈവൻ 2026 ഡിസൈൻ വേണം, ഭയങ്കര രസം. ഓക്കെ, നെക്സ്റ്റ് പറയാനുള്ള കാര്യമാണ് ഡിസ്പ്ലേ. ഇവിടെയാണ് ആപ്പിൾ എന്ന് പറഞ്ഞ ബ്രാൻഡ് ശരിക്കും കടന്ന് മൂഞ്ചാൻ സീരിയസ്ലി. ഒന്നാമത് സാംസങ് S23 120 ഹെഡ്സിൻ്റെ ഡിസ്പ്ലേ ആണ്. അത് ഈ 2026 അക്സെപ്റ്റബിൾ ആണ്, ഡീസൻ്റ് ആയിട്ടുള്ളതാണ്. ആൻഡ് ഇവിടെ iPhone 14 വരുന്ന സമയത്ത് അവിടെയാണ് നമ്മൾ യഥാർത്ഥ ചതി. iPhone 14 60 ഹെഡ്സിൻ്റെ ഡിസ്പ്ലേ ഉള്ളത്. ഇവിടെ ഈ സാംസങ് എന്ന് പറഞ്ഞ ബ്രാൻഡിനെ ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യാനുള്ള കാരണം എന്താ പറയുക, ഈ S23 ഇറങ്ങുന്നത് 2023 ആൻഡ് അതിൻ്റെ റൈവലായിട്ട് അതിൻ്റെ മുന്നേ ഇറങ്ങിയിട്ടുള്ളതായിരുന്നു ഈ iPhone 14. ആൻഡ് ഇതിൽ 60 ഹെഡ്സോ. ഈവൻ സാംസങ് പോലെ ബേസ് വേരിയൻസിൽ പോലും 120 ഹെഡ്സിൻ്റെ ഡിസ്പ്ലേ കൊടുക്കുക എന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ അടിപൊളി. വേറെ ഒന്നും പറയാം. കാരണം വെച്ചാൽ ഈ 120 ഹെഡ്സിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഒരു ഫോണിൽ 60 ഹെഡ്സിൻ്റെ ഡിസ്പ്ലേ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഡിഫറൻസ് അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി ഇവിടെ ചില ആൾക്കാരുണ്ടാവും, ഐഫോണിൻ്റെ 60 ഹെഡ്സിൻ്റെ ഡിസ്പ്ലേ ആൻഡ്രോയിഡിൻ്റെ 120 ഹെഡ്സിൻ്റെ ഡിസ്പ്ലേ വേറെ നല്ലതാണ് എന്നൊക്കെ കണ്ടേ. എവിടുന്ന് കിട്ടി പൊട്ടത്തരം, വെറും പൊട്ടത്തരാണ്. ഞാൻ പറയട്ടെ, ഇപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞ വിശ്വാസമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഓഫ്ലൈൻ മാർക്കറ്റിൽ പോയിട്ട് അവിടെ iPhone 14 S23 ഉണ്ടെങ്കിൽ അത് രണ്ടും കയ്യിലെടുക്കുക. ഓക്കെ, രണ്ടും കയ്യിലെടുത്തിട്ട് രണ്ട് സ്ക്രീനും കുറച്ച് നേരം കിടന്ന് സ്വൈപ്പ് ചെയ്യുക, അതിൽ കുറച്ച് നേരം സോഷ്യൽ മീഡിയ കാര്യങ്ങൾ എടുത്ത് നോക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ iPhone 14 യൂസ് ചെയ്തിട്ട് പിന്നെ S23 യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ എന്തൊക്കെയാണോ, ലൈക്ക് വാട്ട്, അങ്ങനെ റിയാക്ഷൻ കാര്യം നിങ്ങൾക്ക് ഉണ്ടാവുക. കാരണം വെച്ചാൽ നിങ്ങളെ ബ്രെയിനും നിങ്ങളെ കണ്ണിനും അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ആ 60 ഹെഡ്സും 120 ഹെഡ്സിലും തമ്മിലുള്ള ഡിഫറൻസ്. വൺസ് നിങ്ങളൊരു 120 ഹെഡ്സിലെ ഫോൺ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ശീലമായി കഴിഞ്ഞാൽ പിന്നെ ഈ 60 ഹെഡ്സ് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഈ 2026. ഈവൻ ഞാനിപ്പോൾ എൻ്റെ ഈ ലാപ്പ് യൂസ് ചെയ്യണത് ഇതിന് 144 ഹെഡ്സിൻ്റെ റിഫ്രഷ് ചെയ്തിട്ടുള്ള ഡിസ്പ്ലേ. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് നേരെ ഈ ഫോണിക്ക് വരുന്ന സമയത്ത് എനിക്ക് ഉണ്ടാവുന്ന ഒരു ക്രാഷ് ഔട്ട് എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇവിടെ പറയാനുള്ള വെച്ചാൽ ഐഫോൺസ് പറയുന്ന അവർ ചെയ്ത ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ചതി, ഒരു എന്താ പറയുക, എന്തോ ഒരു വെറുപ്പ് അവരുടെ പോയി. കാരണം ഞാൻ ഓല ബേസ് വേരിയൻറ്റിൽ ഒരു 60 ഹെഡ്സ് കൊടുക്കണം എന്താ പറയുക, ഓല പ്രോ വേരിയൻസ് നമ്മളെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കുക അല്ല ആപ്പിളിൻ്റെ ഒരു ട്രിക്ക്. അപ്പോൾ 60 ഹെഡ്സ് കൊടുക്കുക ബേസ് വേരിയൻറ്റിൽ. അപ്പോൾ ആൾക്കാരെന്താ കുറച്ചും കൂടെ പൈസ കൊടുത്താണ് പ്രോ വേരിയൻ്റ് എടുത്തോളും. ബട്ട് ഇവിടെ സാംസങ് എന്ന് പറഞ്ഞ ബ്രാൻഡ് അവിടെ സത്യം പറഞ്ഞാൽ
ഇതാണ് ഗുഡ് ജോബ്. കാരണം വെച്ചാൽ ഓലെ ബേസ് വേരിൻ്റെ പോലും 120 ഹെഡ്സിൻ്റെ ഡിസ്പ്ലേ കൊടുത്തു. സത്യം പറയാലോ, അതിന് അവർക്ക് അവിടെ സാംസങ്ങിൻ്റെ അപ്പർ ഹാൻഡ് ഉണ്ട്. അത് സാംസങ്ങിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി ഇവിടെ S23 ഇപ്പം നിങ്ങൾക്കറിയാം സാംസങ്ങിൻ്റെ ഡിസ്പ്ലേൻ്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി വേണം. സത്യത്തിൽ പറയാലോ, അതിൻ്റെ കളേഴ്സൊക്കെ നല്ല പഞ്ച്, അങ്ങനെ ആ രൂപത്തിലുണ്ട്, നല്ല ക്വാളിറ്റി. പിന്നെ ഐഫോണിനായാലും ഡിസ്പ്ലേ കൊടുക്കുന്ന സാംസങ് ആണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവരത് സൂപ്പർ റെറ്റിന ഡിസ്പ്ലേ ആണ്, ഇവിടെ AMOLED ഡൈനാമിക് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ആൻഡ് രണ്ടിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി എടുത്തുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ കാണാൻ തന്നെ ഭയങ്കര രസമാണ്. അത് സാംസങ്ങിൻ്റെ S സീരീസ് എന്നല്ല, സാംസങ്ങിൻ്റെ ഏത് ഫോൺ എടുത്ത് നോക്കട്ടെ അതിൻ്റെ ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റി എപ്പോഴും ഭയങ്കര രസകരം കാണാം. കാരണം വെച്ചാൽ ഒരു വാട്ടർ ഡ്രോപ്പ് പോലെ തോന്നും. ഓരോ ഡിസ്പ്ലേൻ്റെ ആ ക്വാളിറ്റി, ആ കളറിൻ്റെ ആ ഒരു പഞ്ച്നെസ്സും ആ ഒരു ഷാർപ്നെസ്സൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ചില ഐഫോണിൻ്റെ ഡിസ്പ്ലേക്ക് നോക്കുന്ന സമയത്ത് iPhone 14 ഡിസ്പ്ലേക്ക് നോക്കുന്നത് വലിയൊരു നോച്ച്. എനിക്ക് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇനിയിപ്പോൾ ഫേസ് ID ഉണ്ട്, മറ്റേതുണ്ട്, മറിച്ച് അതൊക്കെ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ആൻഡ്രോയിഡ് ഫോൺസിലും ഉണ്ട്. ഫേസ് ഐഡിയും കാര്യങ്ങളൊക്കെ അന്നിറങ്ങിയ എല്ലാ ആൻഡ്രോയിഡ് ഫോണിലും ഉണ്ടായിരുന്നു. ആൻഡ് ഈവൻ ദോല് ഇത്ര വലിയൊരു നോച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. സത്യം പറയാലോ, ഹോൾ പഞ്ച് സത്യം പറഞ്ഞാൽ ഈ നോച്ചിനെക്കാളും ഫാർ ബെറ്ററാണ്. കാരണം സാംസങ്ങിൻ്റെ സ്ക്രീൻ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വൃത്തിയാണ് ഇത് കാണാൻ തന്നെ. ഒരു ഹോൾ പഞ്ച് ഡിസ്പ്ലേ ഉണ്ടാകുന്ന സമയത്ത് അത് കാണാൻ തന്നെ ഒരു വൃത്തിയാണ്. കാരണം വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഗെയിംസ് കളിക്കുന്ന സമയത്താവട്ടെ, മൂവീസ് കാണുന്ന സമയത്താവട്ടെ, അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് വലിയൊരു ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നില്ല. കാരണം ഹോൾ പഞ്ച് ആയിട്ട് അവിടെ നിന്നുള്ളൂ, ഇതൊരു വലിയ നോച്ച്. ഓക്കെ, അതൊരു പോരായ്മ തന്നെയാണ് പറയാം. പിന്നെ ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ വരുമ്പോൾ സാംസങ് നല്ല രീതിക്ക് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്രൈറ്റ്നെസ്സാണ്. ഇപ്പോൾ iPhone 14 ഇത് 1200 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നെസ് ആണുള്ളത്. ആൻഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1750 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നെസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ആവശ്യമുള്ള കിടക്കുക. ഇതിലൊക്കെ എന്താ പത്ര കാര്യം, ഇതൊക്കെ പത്ര നോക്കാണ്. റിയൽ വേൾഡിലേക്ക് വരുന്ന സമയത്ത് ഇതൊക്കെ യൂസ്ഫുള്ളാണ്. കാരണം പറയാന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പുറത്ത് ഔട്ട്ഡോർസൊക്കെ വേണ്ട ഒരു മറ്റേ ഡയറക്റ്റ് സൺലൈറ്റിനൊക്കെ നിൽക്കുന്ന സമയത്ത് S23 ഡിസ്പ്ലേ കുറച്ചും കൂടെ വിസിബിൾ ആയിട്ട് കാണാൻ കഴിയും. കാരണം കുറച്ചും കൂടെ ബ്രൈറ്റ്നസ് അതിന് ഓൾറെഡി ഇതിൻ്റെ ഡിസ്പ്ലേ കൊടുത്തുകൊണ്ട് ഞാൻ പറയുന്നു, ഈ ഡിസ്പ്ലേ എന്നുള്ള കാര്യം വരുന്ന സമയത്ത് സാംസങ് S23 iPhone 14 ക്ലിയർലി ടൈന്നല്ല ബീറ്റ് ചെയ്തു. ഇനി ആരെന്ത് ന്യായീകരിച്ചാലും 120 ഹെഡ്സിൻ്റെ സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ അത്ര ബെറ്റർ അല്ല iPhone 14 60 ഹെഡ്സിൻ്റെ ഡിസ്പ്ലേ. എനിക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്ന കാര്യമാണ് പെർഫോമൻസ് കാഴ്ച. ഇപ്പോൾ രണ്ടിലും നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ചിപ്പ് സെറ്റ് കൊടുത്തുള്ളത്. ഓക്കെ, ഇവിടെ iPhone 14 കൊടുത്തിട്ടുള്ളത് A15 ബയോണിക് ചിപ്പാണ്. A15 ബയോണിക് ചിപ്പിൽ സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ കുഴപ്പങ്ങളൊന്നും പറയാനില്ല. ബാറ്ററി ഒക്കെ ആണ് നല്ല രീതിക്ക് മാനേജ് ചെയ്യുന്നുണ്ട്. ഹീറ്റിംഗ് ഇഷ്യൂ കാര്യങ്ങളൊന്നും അധികമില്ല. പിന്നെ നല്ല എഫിഷ്യൻസ് ആണ്. പിന്നെ നല്ല എഫിഷ്യൻ്റ് ആണ്, നല്ല റോ പവറും ഉണ്ട്. പിന്നെ എല്ലാം കറക്റ്റായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. പക്ഷേ എതിര് നിൽക്കുന്ന S23 ചിപ്പ് സെറ്റോ TSMCൻ്റെ സ്നാപ്ഡ്രാഗൺ. ഓക്കെ, ഈ S23 വേരിയൻസിൽ മാത്രം ഒന്നുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓലവിടെ എക്സിനോസ് വെച്ചിട്ടില്ല. ഓലെ എക്സിനോസ് അത് നിങ്ങൾക്ക് കേൾക്കണ്ട. എനിവേ, അത് മോശമൊന്നും പറയാനില്ല. പക്ഷേ TSMCൻ്റെ സ്നാപ്ഡ്രാഗൺ അത്ര ബെറ്റർ അല്ല. ആൻഡ് ഇവിടെ സാംസങ് S23 ഉള്ളത് സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആണ്. സത്യം പറയുകയാണെന്നുണ്ട് ഈ റോ പവറും അൺടു സ്കോറൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഈ A15 ബയോണിക് ചിപ്പിനെക്കാട്ടിലും സ്ലൈറ്റ്ലി കുറച്ചും കൂടെ ബെറ്ററും പവർഫുൾ ആയിട്ടുള്ളത് സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആണ്. ആൻഡ് ഇതിപ്പോൾ ശരിയാണ്, ഇപ്പോൾ റിയൽ വേൾഡ് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ചെറിയ ഡിഫറൻസ് എനിക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ എങ്കിൽ പോലും ഇവിടെ ബെറ്ററായിട്ട് വിന്നറായിട്ട് നിൽക്കുന്നത് ഗാലക്സി S23 സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആണ് ക്ലിയർലി. ഓക്കെ, പിന്നെ ഇവിടെ വരുന്ന പ്രശ്നം വെച്ചാൽ സാംസങ്ങിൻ്റെ റാം വരുന്നത് 8GB റാമാണ്. ആൻഡ് ഇവിടെ ഐഫോണിൻ്റെ വരുന്നത് 6GB റാമാണ്. ഓക്കെ, അവിടെ ചില പറയുന്നത് iPhone 6GB റാം ഭയങ്കര സ്മൂത്താണ്. ശരിയാണ്, അതൊക്കെ ശരിയാണ്. കാരണം OSും കാര്യങ്ങളൊക്കെ അത്ര ഒപ്റ്റിമൈസ് ആണ്. ഓക്കെ, പക്ഷേ ഇവിടെ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ എത്ര ആൾക്കാർ ശരിക്കും ശ്രദ്ധിക്കലുണ്ട് എനിക്കറിയില്ല. പക്ഷേ എനിക്കിവിടെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഇത് പറയണമെന്നുണ്ട്, പറഞ്ഞേ പറ്റൂ. കാരണം വെച്ചാൽ ഈ iPhone 14 യൂസ് ചെയ്തിട്ടുള്ള LDDPR 4X റാമാണ്. ആൻഡ് S23 യൂസ് ചെയ്തിട്ടുള്ളത് LDDPR 5X റാമാണ്. ഓക്കെ, അവിടെ 8GB റാം വിത്ത് LDDPR 5X റാം. ഇവിടെ LDDPR 4X റാം ഓൺലി 6GB ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? LDDPR ഇത് സിമ്പിളാണ്. ഇപ്പോൾ 2026 ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി പറഞ്ഞാൽ റാമിൻ്റെ LDDPR 5X റാമാണ്. കാരണം വെച്ചാൽ അത് കുറച്ചും കൂടെ ഫാസ്റ്ററാണ്, ബെറ്ററാണ്, ന്യൂവർ വേർഷനാണ്. അപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിക്കാരം. അപ്പോൾ ഞാനെപ്പോഴും സജസ്റ്റ് ചെയ്യാതെ. പിന്നെ iPhone 14 സത്യം പറഞ്ഞാൽ ഒരു ഫ്യൂച്ചർ എന്നുള്ള രൂപത്തിൽ ഒരിക്കലും നല്ല രീതിക്ക് പോകില്ല. ഒന്നാമത് കാരണം വെച്ചാൽ 6GB റാമുള്ളൂ, ഇവിടെ 8GB റാമുണ്ട്. പിന്നെ അതാണ് ഇവിടെ ഉള്ള കാര്യം. ഇപ്പോൾ സാംസങ്ങിൽ വരുന്നത് ഗാലക്സി A ആണ്. ഈ ഗാലക്സി A എന്ന് പറയുന്നത് ഇവിടെ അതർ ഹാൻഡിൽ iPhone 14 ഉള്ളത് ആപ്പിൾ ഇൻ്റലിജൻസ് ആണ്. പക്ഷേ ഇവിടെ ട്വിസ്റ്റ് എന്താ വെച്ചാൽ iPhone 15 പ്രോൻ്റെ മേലക്കുള്ള ഡിവൈസിൽ മാത്രമേ ഒരു കാര്യം ഫീച്ചേഴ്സൊക്കെ ആപ്പിൾ ഇൻ്റലിജൻസ് കൊടുക്കുന്നുള്ളൂ. ഈവൻ ദോ ഗാലക്സി Aനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന ഒരു ചെറിയ കുട്ടിയാണ്. സത്യത്തിലും
ഒരു വളർന്നു വരുന്നൊരു കുട്ടിയാണ്. ഒട്ടുമായിട്ടില്ല ആപ്പിൾ ഗാലക്സി അതിനെയൊക്കെ വെച്ചാൽ സർക്കിൾ ടു സെർച്ച് ഇമേജിനെ എടുത്താണ്ട് കളയുക മറ്റെന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് പരിപാടിയാണ് ഗാലക്സി ആയിൽ. അതിനെപ്പറ്റി കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാം. കാരണം വെച്ചാൽ ഇപ്പോൾ ഈ സാംസങ് അല്ല ലോ ആൻഡ് ഡിവൈസിൽ പോലും 8 GB റാം കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായോ? കാരണം കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സ് അതിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിൽ അത്യാവശ്യം നല്ല റാം വേണം. അതുപോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് രണ്ടും എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഗെയിമിംഗ് പെർഫോമൻസിൻ്റെ കാര്യമൊക്കെ ഈ ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് S23 iPhone 14 ബീറ്റ് ചെയ്യണേ. കാരണം വെച്ചാൽ ഒന്നാമത് ഇപ്പോൾ നിങ്ങൾ BGMI ആവട്ടെ, ഫ്രീ ഫയർ ആവട്ടെ, പെസ് ആവട്ടെ, ഇതൊക്കെയാണ് നിങ്ങൾ പൊതുവെ കളിക്കുന്ന ഗെയിംസ്. ഈ ഗെയിംസിലൊക്കെ എന്താ വെച്ചാൽ 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് സമയത്ത് എങ്ങനെ പോയാലും ഈ iPhone 14 S23 ബീറ്റ് ചെയ്യും. ആൻഡ് സ്നാപ്ഡ്രാഗൺ എന്ന് പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ വാസ് നോട്ട് എ ജോക്ക്. ക്ലിയർലി അടിപൊളി മറ്റേ ചിപ്സെറ്റാണ് ഈ സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന് പറഞ്ഞാൽ. ഈവൻ ഇൻ 2026 പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല പെർഫോമൻസ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന കാര്യമാണ് ക്യാമറ. ഓക്കെ, പെർഫോമൻസ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്ന ക്യാമറൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഐഫോണിന് ഇവിടെ ഐഫോണിൻ്റെ ഒരു അപ്പർ ഹാൻഡ് വരാൻ പോകണം ഇവിടെ. ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഈ ഐഫോണിൻ്റെ ഒരു തറവാട് സ്വത്ത് എന്ന് പറഞ്ഞ രൂപത്തിൽ കൊണ്ടിറക്കണമെന്നാണ് വീഡിയോ ക്വാളിറ്റി. ആൻഡ് ഈവൻ ദോ iPhone 14 S23 തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് S23ൻ്റെ മെയിൻ ക്യാമറക്ക് 50 MP ആണുള്ളത്. ഇവിടെ 12 MP മെയിൻ ക്യാമറ ആണുള്ളത്. പക്ഷെ ഞാൻ S23ൻ്റെയും iPhone 14ൻ്റെയും വീഡിയോ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഞാൻ ഒന്ന് ഓഫ്ലൈൻ മാർക്കറ്റിൽ പോയി ചെക്ക് ചെയ്തു. പിന്നെ അത് എനിക്ക് ഫോൺ വാങ്ങാനുള്ള ഒരു പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഗതി ഇവിടെ അല്ലേ. പിന്നെ ഒരുപാട് വീഡിയോ റിവ്യൂസ് കണ്ടപ്പോൾ ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എനിക്ക് iPhone 14ൻ്റെ വീഡിയോ ആണ് കുറച്ചും കൂടെ S23 കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത്. അതിൻ്റെ ഒപ്റ്റിമൈസേഷനും iOSൻ്റെ ഒപ്റ്റിമൈസേഷനും എന്താണ് ഇതിന് കാരണം. പിന്നെ വെച്ചാൽ ഫോട്ടോ എന്നുള്ള കാര്യത്തിൽ കയറുന്ന സമയത്ത് നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് സാംസങ്ങിൻ്റെ ഫോട്ടോസാണ്. ശരിയാണ്. അപ്പോൾ iPhone 14ൻ്റെ പിക്ചേഴ്സിന് കുറച്ചും കൂടെ ഡീറ്റെയിലിംഗ് കുറയും. കാരണം ഐഫോണിൻ്റെ മെയിൻ ക്യാമറയ്ക്കുള്ളത് 12 MP അതിൻ്റെ മെയിൻ ക്യാമറയ്ക്കുള്ളത് 50 MP ആണുള്ളത്. ഈവൻ ദോ അവിടെ വീഡിയോ ക്വാളിറ്റി അവിടെ ബെറ്ററാണ്. കാരണം വെച്ചാൽ അതങ്ങനെയാണ് ഐഫോണിൻ്റെ വീഡിയോ ക്വാളിറ്റി അടിപൊളി. കാരണം എൻ്റെ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ വീഡിയോ ക്വാളിറ്റി മോശമാണ് ഒരിക്കലല്ല. സാംസങ്ങിൽ 8K വീഡിയോ സപ്പോർട്ട് ചെയ്യും, 8K 30 FPS സപ്പോർട്ട് ചെയ്യും. ബട്ട് എനിക്കൂടെ ചോദിക്കാനുള്ള ചോദ്യം, 8K സാംസങ് S23 സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എത്ര ആൾക്കാർ 8K വീഡിയോ റെക്കോർഡ് ചെയ്യും? ഒന്നാമത് ആ 8K സത്യം പറഞ്ഞാൽ എനിക്ക് 8K 2026 റെലവൻ്റ് ആയിട്ടുള്ള കാര്യം അധികം ആൾക്കാർ യൂസ് ചെയ്യുന്ന കാര്യമാണ് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ 4K 30 FPS അല്ലെങ്കിൽ 4K 60 FPS ഇസ് ഇനഫ്. ഇനിയിപ്പോൾ ആരാൾക്കാർ കണ്ടന്റ് കാണുന്നതാവട്ടെ വീഡിയോസ് ഒക്കെ ഉള്ളത് 4K അതിൻ്റെ ആവശ്യമുള്ളൂ. 8K വിടുന്ന ഫയൽസിൻ്റെ ഒക്കെ സൈസ് എന്തൊരു വലുതാണ്. നമ്മുടെ ഫോൺസ് ആയി മാത്രമല്ല സ്റ്റോറേജ് ഉണ്ടല്ല, അതാണല്ലോ പ്രശ്നം. പിന്നെ സ്റ്റോറേജ് എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഈ 2026 നിങ്ങൾ ഏത് ഫോൺ എടുക്കട്ടെ, ഐഫോണോ സാംസങ്ങോ ഷവോമി ഏത് ഫോൺ എടുക്കട്ടെ, മിനിമം 256 GB ഉണ്ടായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കിടന്ന് സ്ട്രഗിൾ ചെയ്യും. കാരണം വെച്ചാൽ ഇപ്പോൾ 2026 ആപ്പിൻ്റെ സൈസ് എന്നൊക്കെ ഭയങ്കര വലുത്. ഇപ്പോൾ BGMI പോലത്തെ ആപ്സൊക്കെ 20 GB ഒക്കെ മേലെ. ഓക്കെ, വെൻ ഇറ്റ് കംസ് ടു ക്യാമറയ്ക്ക് വരാം. ഫോട്ടോസ് എനിക്ക് കുറച്ചും പാടെ ഇഷ്ടപ്പെട്ടത് സാംസങ്ങിൻ്റെ ഫോട്ടോസ് എന്ന് വെച്ചാൽ കുറച്ചും പാടെ ഒരു എൻഹാൻസിങ് ഉണ്ട്. ഓലെ ഭാഗത്ത് നിന്ന് കുറച്ചും പാടെ എൻഹാൻസിങ് ഉണ്ട്. സാംസങ്ങിൻ്റെ ക്യാമറയിൽ AI കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, കുറച്ചും പാടെ എൻഹാൻസിങ് ഉണ്ട്. ഇപ്പോൾ കളേഴ്സ് ആവട്ടെ അതൊക്കെ കുറച്ചും പാടെ എടുത്ത് നിൽക്കുന്ന പോലെ തോന്നും. പക്ഷേ അതർ ഹാൻഡിൽ iPhone 14ൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് iPhone 14ൻ്റെ പിക്ചേഴ്സ് കുറച്ചും പാടെ റോ ആൻഡ് നാച്ചുറലായിട്ട് കയറുക. നമ്മുടെ സ്കിൻ ടോണും കാര്യങ്ങളൊക്കെ ഭയങ്കര നാച്ചുറലായിട്ട് തോന്നും. ആൻഡ് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ഫോട്ടോസൊക്കെ കിട്ടില്ല തന്നെ. ഇപ്പോൾ സാംസങ്ങിൻ്റെ വീഡിയോ ക്വാളിറ്റി മോശമാണ്, 4K 30 FPSലും സാംസങ്ങും അടിപൊളിയാണ്. നോക്കുമ്പോൾ ഇങ്ങനെയാണ് ക്യാമറൻ്റെ കാര്യങ്ങൾ. പിന്നെ വെച്ചാൽ ഇവിടെ ഒരു 3 ക്യാമറ ഉണ്ട് സാംസങ്ങിന്. ഇവിടെ അഡ്വാൻസ് സാംസങ്ങിന് അടുത്തൊരു അൾട്രാ വൈഡിൻ്റെ ഒരു 12 MP അൾട്രാ വൈഡും ഉണ്ട്, ആൻഡ് ഒരു സൂം ലെൻസും അവിടെ ഉണ്ട്. അതായത് കുറച്ചും കൂടെ ഡിസ്റ്റൻസിൽ വരുന്ന ഫോട്ടോസിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് സാംസങ് കൂടെ ക്ലിയർ വിന്നറാണ്. കാരണം iPhone 14 സൂം ക്യാമറ അല്ല. iPhone 14 ആ പാടുള്ളത് 12 MP ഒരു മെയിൻ ക്യാമറയും 12 MP ഒരു അൾട്രാ വൈഡും ഉള്ളത്. പക്ഷേ ഇവിടെ ഞാൻ വേറെ കാര്യം വെച്ചാൽ ഈ ക്യാമറ എന്നുള്ള കാര്യം വരുമ്പോൾ iPhone 15 14 എന്തുകൊണ്ടും ബെറ്റർ കാരണം വെച്ചാൽ iPhone 15 മുതൽ മെയിൻ ക്യാമറ ഒരു 48 MP ഉണ്ട്. അപ്പോൾ വെച്ചാൽ ഇതിനെക്കാട്ടിലും ബെറ്റർ ഡീറ്റെയിലിംഗ് ആൻഡ് ബെറ്റർ ക്വാളിറ്റി എന്തായാലും iPhone 15 ഉണ്ടാവും. കുറച്ചും കൂടെ ഡീറ്റെയിലിംഗ് എന്താ, കാരണം 48 MP ലെൻസാണ് അവിടെ വെച്ചിട്ടുള്ളത്. അതിന് ഇവിടെ സാംസങ്ങിന് ട്രിപ്പിൾ ക്യാമറ സിസ്റ്റം വരുന്നത്, ഇവിടെ ഡബിൾ ക്യാമറ ഉള്ളത്, അതൊക്കെ എല്ലാവർക്കും അറിയണം. അപ്പോൾ ക്യാമറൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. പിന്നെ ഫോട്ടോൻ്റെ കാര്യത്തിൽ വെച്ചാൽ ചില ആൾക്കൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട സാംസങ്ങിൻ്റെ ഫോട്ടോസാണ്. ആൻഡ് ചില ആൾക്കൊക്കെ ഐഫോൺസിൻ്റെ ഫോട്ടോസ് ഇഷ്ടപ്പെട്ടാലും ഞാൻ കുറ്റപ്പെടുത്താനൊന്നും പോകുന്നില്ല. ആൻഡ് ഈവൻ ദോ ഇപ്പോൾ 2026 ഈ 2 ഫോൺസിന് ക്യാമറ പെർഫോമൻസ് സത്യം പറഞ്ഞാൽ നല്ലതാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ഈ റേഞ്ചിൽ വരുന്ന ആൻഡ്രോയിഡ് ഫോൺസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ 2 ഫോൺസിൻ്റെ ക്യാമറ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്.
അപ്പോൾ ഇതായത് ഈ ഫോണിൽ ഇപ്പോൾ നിങ്ങൾ iPhone 14 വീഡിയോ നിങ്ങൾ കണ്ടുകൊടുക്കണേ 4K 30 FPS. ഈ വീഡിയോയിൽ ലൈറ്റിംഗ് കറക്റ്റ് അല്ല, നൈറ്റിലാണ് വീഡിയോ എടുക്കുന്നത്. ആൻഡ് ഈ വീഡിയോ നിങ്ങൾ 4K 30 FPS ഇട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും iPhone 14 എന്താ അടിപൊളിയായിട്ടാണ് ഈ വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ബാറ്ററി ഹെൽത്ത് ആൻഡ് ചാർജിങ്. ഓക്കെ, ഇവിടെ രണ്ടിൻ്റെ ബാറ്ററി ഹെൽത്ത് നോക്കുന്ന സമയത്ത് സാംസങ് S23 ഉള്ളത് 3900 mAh ബാറ്ററിയും ആൻഡ് iPhone 14 ഉള്ളത് 3279 mAh ബാറ്ററി. ഇവിടെ എല്ലാവരും കരുതും iPhone 14 S23 ബാറ്ററി ബാക്കപ്പ് കിട്ടും എന്ന് നിങ്ങളെല്ലാവരും വിചാരിക്കും. കാരണം വെച്ചാൽ ഇതിൽ 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ഉള്ളത്. ബട്ട് രണ്ടിനും സെയിം സ്ക്രീൻ സൈസാണ്, 6.1 ഇഞ്ചിൻ്റെ LED ഡിസ്പ്ലേ രണ്ടിനുള്ളത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നിങ്ങൾ കരുതും 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ഉണ്ട്, അതിന് പവർ കൺസംഷൻ കുറയും. ഈവൻ ദോ 3279 mAh ആണെങ്കിൽ പോലും iPhone 14 ബെറ്റർ ബാറ്ററി ബാക്കപ്പ് കിട്ടും നിങ്ങൾ വിചാരിക്കുക. ഇൻ്റർനെറ്റിലൊരു 100,000 വീഡിയോസ് ഉണ്ട്, എന്ത് വേണമെങ്കിലും എടുത്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോ. S23 വിൽ ബീറ്റ് iPhone 14. ഞാൻ കുറേ കമ്പാരിസൺ കുറേ കാര്യങ്ങൾ എടുത്ത് നോക്കി, ഞാൻ പറയാൻ ഞെട്ടിപ്പോയി. ഞാൻ വിചാരിച്ചു ഈ iPhone 14 ഈവൻ ദോ 120 ഹെർട്സ് S23 ഉണ്ടെങ്കിൽ പോലും S23 അതിനെക്കാളും ബാറ്ററി ബാക്കപ്പ് ഇട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ക്ലിയർലി ഒരു കാര്യം പറഞ്ഞാൽ 2026 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് അത്ര ബെസ്റ്റ് അല്ല. ഇപ്പോൾ iPhone 14 കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു iPhone 14 പാടും കൂടെ, iPhone 14 യൂസറും പാടുമാണ്. അങ്ങനെ ഞാൻ പറയുകയാണ് iPhone 14 കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ iPhone 14 ഒരു സ്ക്രീൻ ഓൺ ടൈം പറഞ്ഞാൽ ഒരു നോർമൽ യൂസിന് 6 to 7 hours വരെ കിട്ടുള്ളൂ നിങ്ങൾക്ക്. പക്ഷേ ഇവിടെ S23 കാര്യത്തിൽ വരുമ്പോൾ അതൊരു 7 to 8 hours മാറും. കാരണം വെച്ചാൽ ഇവിടെ 3900 mAh ഉണ്ട് ആൻഡ് സ്റ്റിൽ 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ഉണ്ട്. സാംസങ്ങിൻ്റെ ഗ്രേറ്റ് ജോബ്, സത്യം പറയാലോ. പിന്നെ വെച്ചാൽ ഇവിടെ ചാർജിങ് സ്പീഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ബാറ്ററി ഹെൽത്ത് സ്ലൈറ്റ്ലി കൂടുതൽ iPhone 14 S23. ഇനി ആർക്കെങ്കിലും എന്നോട് തർക്കിക്കാന്നുണ്ടെങ്കിൽ തർക്കിച്ചോ, പക്ഷെ കുറച്ച് എല്ലാം ഒന്ന് സെർച്ചൊക്കെ ചെയ്ത് അന്വേഷിച്ചൊക്കെ നോക്കിയിട്ട് പോവാ. S23 സ്ലൈറ്റ്ലി ബെറ്റർ ബാറ്ററി ഹെൽത്ത് വരും. ഞാൻ പറഞ്ഞത് നിങ്ങൾ അപ്പോൾ ഐഫോൺ എടുക്കണമാവട്ടെ സാംസങ് എടുക്കണതാവട്ടെ ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് കയറപ്പോൾ കിട്ടുക, ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യങ്ങൾ നോക്കണം. ഐഫോൺ എടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ 85 അല്ല അതിൻ്റെ എബോ അല്ല ബാറ്ററി ഹെൽത്ത് ഉള്ളത് വേണം എടുക്കാൻ. അതിൻ്റെ താഴത്തേക്കെല്ലാം എടുത്തു വന്നിട്ട് ഇത് സംഭവിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഒരു ചാർജിങ് സ്പീഡിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടിൻ്റെ ചാർജിങ് സ്പീഡ് നോക്കുകയാണെങ്കിൽ അത്രയും ബെറ്റർ ആണെന്നൊന്നും എനിക്ക് പറയില്ല. ഞാൻ ഇപ്പോൾ ഇറങ്ങുന്ന 30,000 രൂപേൻ്റെ ആൻഡ്രോയിഡ് ഫോൺസിൽ 50 വാട്ടോ 60 വാട്ടൊക്കെ ഫാസ്റ്റ് ചാർജിങ് കൊടുക്കുന്നുണ്ട്. 5000 mAh 6000 mAh 9000 mAh ബാറ്ററിയും കൊടുക്കുന്നുണ്ട്. ആൻഡ് അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ രണ്ട് ഫോണും സത്യം പറഞ്ഞാൽ വെറും മനസ്സിലായോ? അപ്പോൾ വെച്ചാൽ ഇപ്പോൾ ഇത് രണ്ട് വെച്ച് കമ്പയർ ചെയ്യണ സമയത്ത് ഇപ്പോൾ ഈ iPhone 14 ചാർജിങ് സ്പീഡ് എന്ന് പറഞ്ഞാൽ വെറും 20 വാട്ടാണ്. ആൻഡ് അതർ ഹാൻഡ് iPhone S23 25 വാട്ട് ഉണ്ട്. അവിടെയും സാംസങ് അപ്പർ ഹാൻഡ് എടുത്തു. ചാർജിങ് സ്പീഡിൻ്റെ കാര്യത്തിൽ അവിടെ ഒരു ബെറ്റർ ആണ് ആൻഡ് ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഒരു ബെറ്ററാണ്. ക്ലിയർലി മനസ്സിലായല്ലോ. ആൻഡ് പിന്നെ വെച്ചാൽ റിവേഴ്സ് വയർലെസ് ചാർജിങ് ഇവിടെ ഉണ്ട് S23. ആൻഡ് ഇവിടെ iPhone 14 റിവേഴ്സ് വയർലെസ് ചാർജിങ് ഇല്ല. ഓക്കെ, അതിപ്പോൾ നമുക്ക് ഇയർബഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ യൂസ്ഫുൾ ആവും S23. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെയാണ് ബാറ്ററി ആൻഡ് ചാർജിങ്ങിൽ നിൽക്കുന്ന സമയത്ത്. ആൻഡ് ഇവിടെ S23 ഈ കാര്യത്തിൽ ക്ലിയർ വിന്നറായിട്ടുള്ളത്. ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിലാവട്ടെ ചാർജിങ് സ്പീഡിൻ്റെ കാര്യത്തിലാവട്ടെ. പിന്നെ ഇവിടെ റിവേഴ്സ് വയർലെസ് ചാർജിങ് ഉണ്ടാവും, ഇനി ഇവിടെ അതില്ല. പിന്നെ വയർലെസ് വെക്കുമ്പോൾ 50 വാട്ടിന് മാക്സ് സേഫ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ആരതൊക്കെ പർച്ചേസ് ചെയ്യാൻ നിൽക്കുന്നത് iPhone 14 അപ്പോൾ മാക്സ് സേഫ് മോഡൽ ആപ്പിളിൻ്റെ എല്ലാ പ്രോഡക്റ്റിനാണ് പേരും വില. നെക്സ്റ്റ് വരുന്ന കാര്യമാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ്. ഇവിടെ സംസാരിക്കുമ്പോൾ ഇപ്പോൾ സാംസങ് S23 ഇറങ്ങിയത് 2023 ഞാൻ പറഞ്ഞല്ലോ. പോലെ അന്നേ പറഞ്ഞു 4 to 5 years ആണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. അതായത് 2028 കൂടിയുണ്ട് ഫോർ ഷുവർ സാംസങ് S23 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് തീരും. അതായത് ഇനിയും 2 വർഷം പാടുണ്ട് സാംസങ് S23 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. ആൻഡ് ഇപ്പോൾ സാംസങ് S23 ഓടിക്കൊണ്ടിരിക്കുന്ന ലേറ്റസ്റ്റ് വേർഷനിലാണ് 1UI 8.5 നോ ഇഷ്യൂ. ആൻഡ് അതർ ഹാൻഡ് iPhone 14 എടുത്ത് നോക്കുന്ന സമയത്ത് ഇതിപ്പോൾ iOSൻ്റെ ലേറ്റസ്റ്റ് വേർഷനിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, iOS 26 ഓടിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ആപ്പിൾ പറഞ്ഞു വെച്ചാൽ 2028 വരെയൊക്കെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റും ഒരു 1 year സെക്യൂരിറ്റി അപ്ഡേറ്റും 2029 വരെയൊക്കെ iPhone 14 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. കുറച്ചും കൂടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടുക ഇതിനാണ്. പക്ഷെ ഞാൻ പറയും ഇങ്ങനത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടും AI കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ചും പാടെ നിങ്ങൾക്ക് റെലവൻ്റ് ആയിട്ട് നിൽക്കണമെന്ന് വെച്ചാൽ എനിക്കൊന്ന് S23 കാരണം വെച്ചാൽ ശരിയാ ഒരു കൊല്ലം പാടെ എക്സ്ട്രാ ഇവിടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഈ ഫോണിന് അത്രയും കാലം നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഡൗട്ടാണ്. കാരണം ഒന്നത് ഈ 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ഒക്കെ 2028 ആരും യൂസ് ചെയ്യുന്നില്ലതാണ് എൻ്റെ ഒരു ബലമായ സംശയം. പിന്നെ പറയണമെന്നുണ്ടെങ്കിൽ 1UI വീസ് iOS എടുത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ iOS ഓക്കെയാണ്, അതായത് സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, ശരിയാണ്, ഫാസ്റ്റാണ്, സ്മൂത്താണ്.
പക്ഷേ ഇവിടെ അതർ ഹാൻഡ് വൺ യു നമുക്ക് തരുന്ന കസ്റ്റമൈസേഷനും ഫ്രീഡം എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ആൻഡ് ഇവരുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വൺ യു എന്നൊക്കെ പറയണത് എനിക്ക് ഓലെ ഏറ്റവും S22 പോലും ഈ പ്രാവശ്യം അപ്ഡേറ്റ് കിട്ടി. സത്യം പറയാലോ ഓരോ അത്രയും കാലം ഓരോ ഓൾഡർ ഫോൺസിനെ ഒരു നല്ല രീതിക്ക് കൊണ്ടുനടക്കുന്നുണ്ട്. അതായത് വൺ യു അതിൻ്റെ സാംസങ്ങിൻ്റെ. അതിൻ്റെ കൂടെ അതർ ഹാൻഡിൽ S23 എടുക്കണമെന്നുണ്ടെങ്കിൽ iOS ഇവർ നല്ല രീതിക്ക് സോഫ്റ്റ്വെയർ പറ്റിയെടുക്കുന്നുണ്ട്. ഈ രണ്ട് ഫോൺസിനെ സത്യം പറഞ്ഞാൽ ബെറ്റർ ആക്കണ കാര്യങ്ങൾ പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഇതിൻ്റെ രണ്ടിനും സോഫ്റ്റ്വെയർ പറ്റി ഇനിയും 2 കൊല്ലം പാടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഫോൺസ് ഔട്ട്ഡേറ്റഡ് ആയി നമുക്ക് പറയാൻ പറ്റില്ല. ഈ 30,000 ബഡ്ജറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം, കാരണം ക്യാമറ പെർഫോമൻസ് ഒക്കെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ പറ്റിയ കാര്യം. പിന്നെ ഇത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് iOS ഓർ ആൻഡ്രോയിഡ് എന്നുള്ളത്. ഓക്കെ, ഞാൻ സത്യം പറഞ്ഞാൽ iOSും ആൻഡ്രോയിഡ് യൂസ് ചെയ്തെന്നുള്ള രീതിക്ക് ഞാൻ പറയണേ. എനിക്ക് iOSനെക്കാളും സ്ലൈറ്റ്ലി എനിക്ക് ഇഷ്ടപ്പെട്ടത് ആൻഡ്രോയിഡാണ്. കുറച്ചും കൂടെ കസ്റ്റമൈസേഷനും കുറച്ചും കൂടെ ഫ്രീഡം കിട്ടും. ബട്ട് ഈ iOSൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചൊരു iOSൻ്റെ ഒരു ബ്രില്യൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയ വെച്ചാൽ ഈ ഇൻസ്റ്റാഗ്രാം പോലത്തെ ആപ്സിന് എന്തൊരു സ്മൂത്താണ് iOS. കാരണം വെച്ചാൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ക്യാമറ ആപ്പ് അതൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫാസ്റ്റ് ഒരു റീൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതായത് ഒരു സെക്കൻഡിൽ ഡിലേ പോലെ അത് ഒറ്റയ്ക്ക് ടക്കനെ അങ്ങനെ ഓപ്പൺ ആവും. ഇപ്പോൾ S23 ചെറിയൊരു ഡിലേ വരുന്നുണ്ട്, ചെറിയൊരു പിടുത്തം വരുന്നുണ്ട്, പക്ഷേ അവിടെ അതില്ലാതെ വരും. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഈ റീൽ ക്രിയേറ്റേഴ്സ് ഇവരൊക്കെ എന്ത് ചെയ്യും, ഡയറക്റ്റ് പോയിട്ട് iPhone 14 എടുക്കും. കാരണം വെച്ചാൽ വീഡിയോ ക്വാളിറ്റി ബെറ്റർ ആയെന്നുള്ളതുകൊണ്ടാണ്. ആൻഡ് ഈ iPhone എന്ന് പറഞ്ഞത് ഈ ഇൻസ്റ്റാഗ്രാമിനേറ്റൊക്കെ iOS നല്ല ഒപ്റ്റിമൈസ് ആയി നിൽക്കുന്നതുകൊണ്ട് തന്നെ അതൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിക്കാരം. ഈ 60 ഹെഡ്സിൻ്റെ ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ ഒരു മെയിൻ പോരായ്മയായിട്ടുള്ളത്. ആൻഡ് ഓക്കെ, ഇനി നമുക്ക് പ്രൈസും കാര്യങ്ങൾക്കും വരാം. പ്രൈസും കാര്യം വെച്ചാൽ രണ്ട് ഫോണിനും ഏകദേശം ഇപ്പോൾ സെയിം പ്രൈസാണ് മാർക്കറ്റിൽ. ഇപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ഫ്രഷ് ഇത് മേടിക്കാൻ പറ്റില്ല. iPhone 14 ആവട്ടെ സാംസങ് S23 ആവട്ടെ, ഈ 2026 രണ്ടും ഔട്ട് ഓഫ് സ്റ്റോക്ക് കാരണം ഒരിക്കലും നിങ്ങൾ ഫ്രഷ് മേടിക്കണം എന്ന് ഞാൻ പറയൂല. ഓക്കെ, അപ്പോൾ നിങ്ങൾ രണ്ടിൻ്റെ പ്രൈസ് വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ Cashify പോലത്തെ ഒഫീഷ്യൽ ആപ്സിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിനും 31K 32K. സാംസങ് S23 31K ആണ് വരുന്നത്. ആൻഡ് iPhone 14 32K ആണ് വരുന്നത്. രണ്ടും സെയിം പ്രൈസാണ്. അത് ടൈം ടു ടൈം മാറിക്കൊണ്ടിരിക്കും. ഈ 30K റേഞ്ചിൽ ഇപ്പോൾ നിങ്ങൾ ഈ രണ്ട് ഫോൺസ് എടുക്കണമെന്ന് എന്നോട് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങളൊരു ചോയ്സ് പോലെ ഇരിക്കും. ഇപ്പം നിങ്ങൾക്ക് ബെറ്റർ ക്യാമറ പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഓക്കെ ഇത് അംഗീകരിക്കാം. പക്ഷേ ബെറ്റർ ബാറ്ററി ബാക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ ടു ബി ഫ്രാങ്ക് ഈ രണ്ട് ഫോൺസും അത്ര ബെറ്റർ ഒന്നുമല്ല ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിൽ. കാരണം വെച്ചാൽ ഇപ്പോൾ ഇറങ്ങണ ആൻഡ്രോയിഡ് 30,000 ആൻഡ്രോയിഡ് ഫോൺസ് IQ റിയൽമി പോലത്തെ ഫോൺസിൽ 5000 to 6000 mAh ബാറ്ററിയും 45 to 50 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് തരും. ആൻഡ് ഈവൻ ഇതിന് രണ്ട് പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഇത് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിയർ വിന്നറായിട്ട് ഞാൻ പറയണത് സാംസങ് S23 ഓവർ iPhone 14. ഇതാണ് എൻ്റെ വെർഡിക്റ്റ്. ഇതിപ്പോൾ പ്രൈസ് ഏകദേശം സെയിം ആണ് വന്നത്. അപ്പോൾ അവിടെ ക്ലിയർ വിന്നർ ആയിട്ടുള്ളത് സാംസങ് S23. ഞാൻ അവിടെ ടൈ എന്ന് ഒരിക്കലും ഞാൻ പറയണില്ല. ഞാൻ അവിടെ ക്ലിയർ വിന്നർ S23. ആകെപ്പാടൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഇതിൽ വീഡിയോ ക്വാളിറ്റി നല്ലതാണ്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ള കാര്യമുണ്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, iPhone 14 ലൈറ്റ്നിങ് കേബിളാണുള്ളത്. ആൻഡ് ഇവിടെ S23 കാണുന്നുണ്ടെങ്കിൽ അന്നേ പോലെ USB-C പോർട്ട് ഇടുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ചോദിച്ചു ആ ലൈറ്റ്നിങ് ആവട്ടെ C പോർട്ടാണ് ഡസിൻ മാറ്റർ. ശരിക്കും അത് ഒരു പ്രശ്നമാണ്. ഞാൻ പറയട്ടെ, ഇപ്പോൾ ഞാൻ ഈ മൈക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഈ iPhone 14 അപ്പോൾ ഇതിനിവിടെ അല്ലേ ഇപ്പോൾ എൻ്റെ ഈ മൈക്ക് എല്ലാം ഇപ്പോൾ നമ്മളെ ലാപ്പ് കമ്പ്യൂട്ടേഴ്സ് ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്ന Type-C പോർട്ടിനെ കാരണം. ആൻഡ് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള Type-C പോർട്ടാണ്. സത്യം പറയാലോ ഈ ലൈറ്റ്നിങ് പോർട്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ എടുത്തു തന്നെ ഔട്ട്ഡേറ്റഡ് ആയി തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് എന്ന് വെച്ചാൽ iPhone 15 മുതൽ അങ്ങോട്ടുള്ളതിനെല്ലാത്തിനും ഒരു C പോർട്ട് കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് യൂറോപ്യൻ യൂണിയൻ, അല്ലെങ്കിൽ നമുക്ക് അതും കിട്ടില്ലായിരുന്നു. ബട്ട് ഇവിടെ iPhone 14 കാര്യം വെച്ച് നോക്കുമ്പോൾ ഇതിന് ലൈറ്റ്നിങ് കേബിളാണ്. ഈ ലൈറ്റ്നിങ് കേബിളിനെക്കാളും C പോർട്ട് എന്ന് പറയുന്നത് ഡ്യൂറബിളാണ്, ഫാസ്റ്ററാണ്, ബെറ്ററാണ്, നോ ഡൗട്ട്. എനിക്കിഷ്ടം Type-C പോർട്ടാണ്. അത് എല്ലാത്തിനായിട്ട് കോമ്പാറ്റബിളാണ്. മൈക്ക് ആവട്ടെ, ലാപ്പ് ആവട്ടെ, കമ്പ്യൂട്ടർ എല്ലാത്തിനും ഭയങ്കര ഈസി കോമ്പാറ്റബിളാണ്. ഓക്കെ, ഇവിടെ S23 ക്ലിയർ വിന്നർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചില ആപ്പിൾ ഫാൻ ബേസിൽ ഇത് പറ്റില്ല. പക്ഷേ എനിക്കിവിടെ എന്താണ് ഈ ഫോൺസിൽ ഉള്ളത് അതെനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ ഫേസ് ID ഉണ്ട്, ശരിയാ, ആപ്പിളിൽ ഇതിനും ഫേസ് ID വരുന്നുണ്ട്. പക്ഷേ ഇതിനത്ര ഫാസ്റ്റ് അല്ല, ഇതിനത്ര കൺവീനിയൻ്റ് അല്ല. ഓക്കെ, പക്ഷേ അവിടെ അൾട്രാ ഫിംഗർ പ്രിൻറ്റ് സോണിക്കിൻ്റെ ആ സ്കാനർ ഉണ്ടല്ലോ, സ്ക്രീനിൽ വെച്ചിരിക്കുന്ന ഫിംഗർ പ്രിൻറ്റിൻ്റെ സ്കാനർ ഉണ്ടല്ലോ, അതുണ്ട്. അതും ഭയങ്കര ഫാസ്റ്റാണ്, സ്നാപ്പിയാണ്. അപ്പോൾ ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഈ 120 ഹെഡ്സിൻ്റെ ഡിസ്പ്ലേ ഉള്ള ഫോണും 60 ഹെഡ്സിൻ്റെ ഡിസ്പ്ലേ ഉള്ള ഫോണും ആനയും ചേനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഈ 2026 നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക S23 കാരണം. ബെറ്റർ ബാറ്ററി ഹെൽത്ത്, ബെറ്റർ പെർഫോമൻസ്, ബെറ്റർ ഡിസ്പ്ലേ. എങ്ങനെ ബെറ്റർ ഡിസ്പ്ലേ ആൻഡ് ഇത്രയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് S23 എടുക്കുക. കാരണം എന്തുകൊണ്ട് നല്ല, ഞാനിപ്പോൾ ഒരു iPhone 14 യൂസ്, അപ്പം എന്നോട് ഒരു എന്നാൽ എനിക്ക് S23 എടുത്തോട്ടെ, ഇജ്ജത്തിന് iPhone 14 യൂസ് ചെയ്യണം.
എൻ്റെ ഏട്ടൻ S25 അൾട്ര എടുത്തപ്പോൾ അവൻ്റെ കയ്യിൽ ഓൾഡർ ഫോണാണ് ഈ ഐഫോൺ 14. അപ്പോൾ അതോ എനിക്കത് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഇതിപ്പോൾ എൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരികയാണ് ഐഫോൺ 14 or S23. ഡെഫിനറ്റ്ലി ഐ ഗോ ഫോർ S23. 120 ഹെഡ്സിൻ്റെ ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ സ്പീക്കർ ഓഡിയോ ക്വാളിറ്റിൻ്റെ കാര്യം നോക്കണമെന്നുണ്ടെങ്കിൽ ഐഫോൺ 14 ഓഡിയോ ക്വാളിറ്റി കുറച്ചും കൂടെ ഷാർപ്പായി കാരണം. ഇപ്പോൾ ഐഫോൺസിൻ്റെ ഓഡിയോ ക്വാളിറ്റി ആണ് സത്യം പറഞ്ഞാൽ അടിപൊളിയാണ്. കുറച്ചും കൂടെ ലൗഡ്, കുറച്ചും കൂടെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. കുറച്ചും കൂടെ നല്ലതാണ് ഐഫോണിൻ്റെ സ്പീക്കേഴ്സ്. രണ്ട് ഫോൺസിനുള്ള സ്റ്റീരിയോ സ്പീക്കറാണ്. ആൻഡ് ഈവൻ സാംസങ്ങിൻ്റെ സ്പീക്കേഴ്സിന് ഒരു കുഴപ്പമൊന്നും പറയാനില്ല. രണ്ടും പ്രീമിയം ഡിവൈസിൻ്റെ S സീരീസ് ആവട്ടെ ഐഫോണിൻ്റെ ബേസ് മോഡൽ അതൊക്കെ ഓലെ പ്രീമിയം സീരീസിൽ വരുന്നത് ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളായിരുന്നു. ഈ രണ്ട് പ്രൈസ് റേഞ്ച് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് S23 ആണ്. കാരണങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് ഐഫോൺ 14 എടുക്കുക. എങ്ങനെ? നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്ററാണ്, നിങ്ങൾക്ക് വീഡിയോ എടുക്കാമെന്നുള്ള കാര്യങ്ങളെ മെയിൻ പ്രയോറിറ്റി ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് S23 വെച്ച് ചിന്തിച്ചു തുടങ്ങാം. അത്ര ഞാൻ പറയുള്ളൂ. ഓക്കെ, ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ഏത് ഐഫോൺ ഈ 2026 എടുക്കണം എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടോ. ആൻഡ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് 2026 ഏത് ഗെയിമിംഗ് ലാപ്പ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 2026 ലെനോവോ എല്ലോക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഈ ലാപ്പിൻ്റെ 1 year റിവ്യൂ കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടോ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. പക്ഷേ ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് S24 വേഴ്സസ് ഐഫോൺ 15, S25 വേഴ്സസ് ഐഫോൺ 16, S26 വേഴ്സസ് ദ ലേറ്റസ്റ്റ് ഐഫോൺ 17 ഈ എല്ലാ കമ്പാരിസണും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം ഈ ചെറിയ ചാനലാക്കി എന്നെ നശിപ്പിക്കലല്ല സത്യത്തിലും. ഒരു 2K അല്ലെങ്കിൽ ഒരു 3K ആക്കുക. ഓക്കെ, പക്ഷേ നമ്മുടെ വലിയ ചാനലാക്കി നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുക. പിന്നെ നമുക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് ഇവിടുന്ന് അൺബോക്സ് ചെയ്തുകൊണ്ട് റിവ്യൂ ചെയ്യുക. ആൻഡ് ഇതൊക്കെ നമുക്ക് ബെറ്റർ ആക്കാനേ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ.